സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആശാ വർക്കർമാരുടെ സമരം 6ാം ദിവസത്തിലേക്ക്. ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ പിൻവലിക്കുക, 3 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വരുന്ന 20-ാം തീയതി ആശാ വർക്കർമാരുടെ മഹാസംഗമം നടത്താനും തീരുമാനമായിട്ടുണ്ട്. മീര മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആശാ വർക്കർമാർ. എന്നാൽ കഴിഞ്ഞ 5 ദിവസമായി വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഈ നൽകുന്ന തുക കൃത്യമായി നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള മിനിയാണ് ചേരുന്നത്. എന്താണ് ആവശ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഓണറേറിയം വർദ്ധിപ്പിക്കുക. 7000 രൂപയാണ് നിലവിൽ കിട്ടുന്ന ഓണറേറിയം. അതാകട്ടെ 4-5 മാസം കൂടുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയുണ്ട് നിലവിൽ. അതിന് മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 7000 രൂപ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പകുതി തുകയൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു 100 രൂപ പോലും വരുമാനമില്ലാത്ത സാഹചര്യമാണ്. ഒരു ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ, വണ്ടിയിൽ കയറിയാൽ പിന്നെ അതുമില്ല. ഇത്രയും ഗതികെട്ട സാഹചര്യത്തിലാണ് പണിയെടുക്കുന്നത് ആശാ വർക്കർമാരെ. അതാണ് ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതുകൊണ്ട് വർദ്ധിപ്പിക്കണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കണം, എല്ലാ മാസവും കൃത്യമായി നിശ്ചയിക്കപ്പെടുന്ന വേതനം നൽകണം. അതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം. മറ്റൊന്ന്, ആശാ വർക്കർമാരെ 62 വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും കാലം ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി പണിയെടുത്തിട്ട് അവരെ ഒരു ദിവസം അങ്ങ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പിരിഞ്ഞു പോകാൻ ഞങ്ങൾ തയ്യാറല്ല. പിരിഞ്ഞു പോകുന്ന സമയത്തുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് നിലവിലൊരു ആനുകൂല്യവും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ്, നിലവിലുള്ള ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് പുതിയ ഉത്തരവ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷ. തീർച്ചയായിട്ടും വളരെ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം 6 ദിവസമായി കേരളത്തിലെ വനിതകൾ ഈ തെരുവിലുറങ്ങുകയാണ്. 7000 രൂപ ഓണറേറിയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടിക്കാശിന് പോലും തികയല്ല. അതിന് പുറകെ ഓരോന്നോരോന്ന് വർക്ക് ഭാരം കൂടി വരുവാണ്. പോരാഞ്ഞിട്ട് ഞങ്ങളെ ഒരു സമാധാനം തരത്തില്ലാത്ത ഒരു റിപ്പോർട്ട് ഞങ്ങൾ എച്ച്.ഐക്ക് കൊടുത്താൽ അടുത്ത റിപ്പോർട്ട് ഞങ്ങൾ ജെ.എച്ച്.ഐക്ക് കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരും ഓരോ റിപ്പോർട്ടുകൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഒരാൾക്ക് കൊടുത്ത റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പലർക്കും കൊടുക്കേണ്ട അവസ്ഥയാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തില്ലെങ്കിൽ അതിന് ചീത്ത കേൾക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുവാണ്. ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങളോട് വെറുതെ പൊക്കോളാനാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആരും പോകുന്നില്ല. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ മിനിമം തരണം. അതുമല്ല ഞങ്ങൾക്ക് പെൻഷനും തരണം. ഞങ്ങൾ ഇനി ഇപ്പം ഇത്രയും കാലം ഞങ്ങൾ ആരോഗ്യവകുപ്പിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനി വയസ്സായിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ വരുന്ന 20-ാം തീയതി ഈ സംസ്ഥാനത്തിലുടനീളമുള്ള ആശാ വർക്കർമാരുടെ ഒരു സംഗമം, ചലോ സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ ഒരു സംഗമം ഉൾപ്പെടെ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറമാൻ ഷമീമിനോടൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.